നമ്മളിവിടെ ഇപ്പൊ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. അത്യാവശ്യം കസ്റ്റമർ ഉണ്ട്. പിന്നെ ഇപ്പൊ പുറത്തുനിന്നുള്ള കസ്റ്റമർ വളരെ ഇത് റോഡിന്റെ പണി നടക്കുന്നുണ്ട്. എല്ലാം ഇടാനുള്ള സ്പേസ് ഇല്ല, സ്പേസ് കുറവാണ്. അപ്പം ഈ ഇവിടെ ഒരുപാട് വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ക്വാളിറ്റിയുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നിൽക്കുന്ന വണ്ടികളെല്ലാം നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വണ്ടികൾ ഇനിയുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, ചെറിയ വിലയ്ക്ക് കാർ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ വിലയ്ക്ക് വരുന്ന കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്നോവ തിരക്ക് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് കാഴ്ചയിലാണുള്ളത്. അപ്പൊ നമുക്ക് നേരെ ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇത് ചവർലെറ്റ് ബീറ്റ് ആണ്. ഇത് 2011 മോഡൽ. ഇത് LS ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് പെട്രോൾ വേരിയന്റ് ആണ്. ഇതിപ്പോ 3rd ഓണറിലാണ് നിൽക്കുന്നത്. വണ്ടി വേറെ നിലവിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫൈനലി ഇത് കൊടുക്കാൻ പറ്റുന്ന വില 65 രൂപയ്ക്ക് കൊടുക്കും. ഇത് പേപ്പർ 2026 12 മാസം വരെ പേപ്പർ വരുന്നുണ്ട്. ഏകദേശം 2 വർഷത്തിനടുത്തുള്ള പേപ്പർ ഇനിയുണ്ട്. ഇത് നമുക്ക് ഡൗൺ ഇടുവാണെങ്കിൽ എത്ര? ഇതിന് ഡൗൺ പേയ്മെന്റ് ഇല്ല. റെഡി ക്യാഷ് വണ്ടി അങ്ങനെ 65 രൂപ. 65 ചെറിയ ബഡ്ജറ്റ് അല്ലേ, അത് ആ ഒരു ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അപ്പൊ ഈ ഒരു വരുന്ന ഇത് വരുന്ന 2012 മോഡല്. ഇത് ഡീസൽ വേരിയന്റ് ആണ്. ഇത് ഡീസൽ 22 മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതിന് സെക്കൻഡ് ഓണർ വണ്ടി. AC കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് വർക്കാണ്. ഇത് കിലോമീറ്റർ പറഞ്ഞാൽ 62,000 കിലോമീറ്റർ ജെനുവിനായിട്ടുള്ള കിലോമീറ്റർ ആണ്. അല്ല പ്രത്യേകിച്ച് വലിയ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക AC കൂളിംഗ് കാര്യങ്ങളെല്ലാം. വേറെ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളൊന്നും നിലവിൽ വരുന്നില്ല. ഇത് നമുക്കൊരു 85 രൂപയ്ക്ക് കൊടുക്കും. 85 രൂപ ഇതൊക്കെ ബഡ്ജറ്റ് കുറഞ്ഞ വണ്ടികളാണ്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയോൺ ആണ്. ഇയോൺ ഒരുപാട് എൻക്വയറി വരുന്നതാണ്. ഇയോൺ നിരക്ക് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഇയോൺ വരുമ്പോ എത്ര ആക്കാം മോഡൽ? ഇയോൺ 2013 ആണ്. ഇത് വരുന്ന ഡിലൈറ്റ് പ്ലസ് ആണ്. ഇത് പെട്രോൾ വണ്ടി. ഇത് സെക്കൻഡ് ഓണർ ആണ്. പിന്നെ പ്രത്യേകിച്ച് വേറെ മറ്റ് കംപ്ലൈന്റ് കാര്യങ്ങൾ നിലവിലൊന്നുമില്ല. ഇപ്പൊ നല്ല കണ്ടീഷനാണ്. AC കാര്യങ്ങളെല്ലാം വർക്കുണ്ട്. പിന്നെ പെയിന്റിംഗ് വർക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ വരുന്ന 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് നിൽക്കുന്ന വണ്ടിയാണ്. ഫുള്ള് കമ്പനി സർവീസ്. പിന്നെ സീറ്റ് കവർ ഉണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം. ടയർ 2 പുതിയ ടയർ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. 13 മോഡലുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡൗൺ പേയ്മെന്റ് ഇട്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു 15 രൂപ 20 രൂപയ്ക്കകത്തുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. 15,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് വണ്ടി ഇറക്കാൻ പറ്റും. ഒരു മാസം ഒരു 4 രൂപ ആ ബഡ്ജറ്റിൽ അടവ് വരുന്ന രീതിയിൽ. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് നമുക്ക് ഒത്തിരി കസ്റ്റമർ ഉണ്ട്. ഒരുപാട് വണ്ടി ഇയോൺ പെട്ടെന്ന് പോകുന്ന വണ്ടിയാണ്. ചെറിയ ഫാമിലിക്കൊക്കെ പെട്ടെന്ന് പോകുന്ന ഒരു വണ്ടിയാണ്. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾട്ടോ 8. പിന്നെ ആൾട്ടോ 8 വരുന്നത് 2013 മോഡൽ. സെക്കൻഡ് ഓണർ വണ്ടി. ഇത് ഫുള്ള് ഹിസ്റ്ററി എന്ന് പറയാൻ 80,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസ് ഫുള്ളാണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്. അല്ല വേറെ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇത് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കത്തുള്ളൂ. അല്ല വണ്ടി പെയിന്റിങ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സെക്കൻഡ് ഓണറാണ് വണ്ടി. ഇത് നമുക്ക് ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കാന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കാം. പിന്നെ ഇത് മാസം ഇതുപോലെ തന്നെ ഒരു 4 രൂപ 3 രൂപയ്ക്ക്. ഇത് നമുക്ക് ഫൈനൽ വില എന്ന് പറഞ്ഞാൽ 160 നമ്മൾ ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലും നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിയോസ് ആണ്. എത്തിയോസ് ലിവോ ആണ്. ഇത് എറ്റിയോസ് GD ആണ്. ഇത് ഡീസൽ വണ്ടി. നമുക്ക് ഇത് 1 സംതിങ് ഓട്ടം. ഇതും കമ്പനി സർവീസ് അപ്പോൾ ഇത് ഒരു 3.5 രൂപ ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡൗൺ ഇടുവാണെങ്കിൽ ഒരു 75 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ ഇട്ട് ഇറക്കാൻ പറ്റും. പിന്നെ ഇതും റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഇത് സെക്കൻഡ് ഓണർ വണ്ടി. പിന്നെ സെപ്പറേറ്റ് അലോയ് വെച്ചിട്ടുണ്ട്. ടയർ കാര്യങ്ങൾ 4 പുതിയ ടയറാണ്. ഇത് ഡൗൺ പേയ്മെന്റ് ഇട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. കുഴപ്പമില്ലാത്ത നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. GD. ടാക്സിക്കാർക്കൊക്കെ നല്ല പറ്റിയ വണ്ടിയാണ്. പിന്നെ വരുമ്പോ ഈക്കോ വരുന്നത് അത് 2020 മോഡൽ സ്റ്റാർ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് വരുന്നത്. ഇത് പറഞ്ഞാൽ ABS വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. ഇത് ചെറിയ ഒരു കംപ്ലൈന്റ് താപ്പാട് വന്നിട്ടുള്ള റീപ്ലേസ്മെന്റ് വന്നിട്ടുള്ള ഇതൊരു ബോണറ്റിന്റെ ചെറിയൊരു സൈഡൊന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ല വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം കമ്പനിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 48,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അപ്പൊ നിലവിൽ വേറെ മറ്റു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ സർവീസ് കഴിഞ്ഞ് എല്ലാം
ഇട്ടേക്കുന്ന വണ്ടിയാണ്. ഇപ്പൊ ഇത് വരുമ്പോ നമുക്ക് ഡൗൺ ഇത് നമുക്ക് 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. 4 ലക്ഷം രൂപ വരെ വണ്ടി, 3.5 ലക്ഷം രൂപ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. 2020 മോഡല് സ്റ്റാർ ആണ് ഏറ്റവും ടോപ്പ് മോഡൽ വരുന്ന പുതിയ ഇറങ്ങിയ മോഡൽ വണ്ടിയാണ്. ABS വരുന്നുണ്ട്, എയർ ബാഗ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. 5 സീറ്റ് ആണ്, AC ഉണ്ട്, എല്ലാ ഫെസിലിറ്റി ഉള്ള വണ്ടിയാണ്. പിന്നുള്ളതെന്ന് പറയുമ്പോ ഇന്നോവ നമുക്ക് ഇത് റീ വണ്ടിയാണ് വരുന്നത്. ഇത് 2011 ലാസ്റ്റ് വണ്ടിയാണ്. G4 കൺവേർട്ട് ചെയ്ത് നമ്മള് Type 4 ആക്കിയത്. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു അലൈസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടേക്കുന്നത്. കാണാൻ ഒരു ലുക്കിലുള്ള ഒരു വണ്ടിയാണ്. കാണുമ്പോൾ തന്നെ അറിയാം വണ്ടിയുടെ ഒരു എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് 1.75 ഓടിയിട്ടുണ്ട്. 1.75 ഓടിയിട്ടുള്ള. ഇത് വേറെ മറ്റേ ചെറിയ ചെറിയ അപാതകളേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇന്നോവയെ സംബന്ധിച്ച് എഞ്ചിൻ ഭാഗത്ത് വേറെ നോക്കേണ്ട കാര്യമില്ല. കിലോമീറ്റർ ഒക്കെ ഓടി വണ്ടികൾ ഓടുന്നുണ്ട്. കമ്പനി സർവീസ് അല്ലെങ്കിലും ഇതിന് വിഷയമൊന്നുമില്ല. ഇത് അത്രയും നല്ല കണ്ടീഷനായിട്ട് ഓടുന്ന ഒരു വണ്ടിയാണ്. ടൊയോട്ടയുടെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അപ്പൊ ഇതെങ്ങനെയൊക്കെ ചോദ്യം? ഇത് നമുക്ക് നമ്മൾ ചോദിക്കുന്ന പറഞ്ഞാൽ ഇത് 5.65 പിന്നെ നമുക്ക് ചെറിയ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന് 5.5 ലക്ഷം രൂപ IDV ഉണ്ട്. നമുക്ക് 5 ലക്ഷം രൂപ വരെ ലോൺ എടുക്കാൻ പറ്റുന്ന. അപ്പൊ നമുക്ക് ഈ ഡൗൺ ഇട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് ആദ്യം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് വണ്ടി നല്ല ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയാ. അത്യാവശ്യം വിൽസിനൊക്കെ നല്ല വിലയുള്ളതാണ്. പിന്നെ ബലൂൺ നല്ല ടയർ, നല്ല രീതിയിലുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ വണ്ടി വേറെ അപാതയൊന്നും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വന്നിട്ടില്ല. വാഗനർ വരുമ്പോ എത്ര മോഡൽ വരും? വാഗനർ 2014-15 രജിസ്ട്രേഷൻ. ഇത് സെക്കൻഡ് ഓണർ വണ്ടി, ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് 1 ലക്ഷം രൂപ കിലോമീറ്റർ കമ്പനി സർവീസ് നിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ടച്ചിങ് വർക്ക് കാര്യങ്ങളും വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് സീറ്റ് വർക്ക്, ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. AC കംപ്ലീറ്റ് വർക്കാണ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. VXI ആണ് മോഡൽ വരുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ ആവറേജ് ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ലാസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 3 രൂപ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഒരു 2.5 ലക്ഷം രൂപ വരെ ഫിനാൻസ് കയറും. 2.5 വരെ കയറും. മാക്സിമം 2.5. നല്ല പ്രൊഫൈൽ ഉള്ളവരാണെങ്കിൽ 2.25 കിട്ടും. 2.25 കിട്ടും. ഇത് ഡൗൺ ഇടുവാണെങ്കിൽ ഒരു 75 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടി. ഇത് 2012 ലാസ്റ്റാണ് വണ്ടി വരുന്നത്. ഇത് പുഷ്പട്ടം വരുന്ന വണ്ടിയാണ്. ഇത് ടോപ്പിലാണ് വരുന്നത് വണ്ടി. ടോപ്പ് വേരിയന്റ് വരുന്നത്. അലൈസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണിത്. ഇത് 1,02,000 കിലോമീറ്റർ കമ്പനി സർവീസിലാണ്. അല്ലാതെ ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്, അറിയാൻ പറ്റും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഷോറൂമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മുടെ സെക്കൻഡ് ഓണർ വണ്ടിയിൽ നിൽക്കും ഇപ്പൊ. അല്ല പ്രത്യേകിച്ച് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇത് നമുക്ക് ഒരു 1 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. വലിയ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതിന് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് 23-22 മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. നിസാന്റെ ഈ സണ്ണി XV അതിനകത്ത് പിന്നെ സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് ഉണ്ട്. പിന്നെ ഇതിന് എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും ടോപ്പിലെ മോഡലാണ്, ടോപ്പ് മോഡലാണ്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഫെസിലിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. യാത്രയ്ക്ക് നല്ല സുഖമുള്ള ഒരു യാത്ര. ഇത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒരു 3 രൂപ ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഏകദേശം ഒരു 6-7 വണ്ടിയോട് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. പിന്നെ വെർണ 2017 ഉണ്ട്, 80,000 സെക്കൻഡ് ഓണർ വണ്ടി. അതും ഏറ്റവും ടോപ്പിൽ 1.6 ആണ് വരുന്നത്. ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന 5 രൂപ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ 2014 ഉണ്ട്, അതൊക്കെ ഒരു 3 രൂപ ഫിനാൻസ് കയറുന്ന വണ്ടി. പിന്നെ ഇയോണ് 15 കിടപ്പുണ്ട്. അതുപോലെ ഒരു 7-8 വണ്ടിയോളം നമ്മുടെ പുറത്ത് ഉണ്ട്. അതെല്ലാം ചെയ്തിന് നമുക്ക് ചെറിയ വർക്കുകളൊക്കെ ഉള്ള വണ്ടികളും ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കയറ്റാനുള്ള വന്നികളും ഉണ്ട്. അപ്പം ഇടാനുള്ള സ്പേസ് കുറവായതുകൊണ്ട് റോഡ് പണി ഇല്ലായിരുന്നു. നമുക്ക് നേരത്തെ നമ്മളിവിടെ നിരത്തിയിട്ട് അപ്പൊ എല്ലാവരും കാണാൻ പറ്റുമായിരുന്നു. ചെറിയൊരു ഇതുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ട് വേണമെങ്കിൽ കസ്റ്റമർ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കാണിച്ചു കൊടുക്കാം. അപ്പൊ നിങ്ങൾക്കൊരു വാഹനം ഇനി വേറെ മോഡൽ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഷാനവാസുകാരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വേരിയന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഫിനാൻസ് ഇടാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്. പിന്നെ ലൊക്കേഷൻ വരുമ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതോടെ സൈനിങ് ഔട്ട്.